വൺസ് അഗൈൻ സുൽത്താൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമ്മുടെ ചാനലിൽ ഒരു റൊമാൻറ്റിക് മൂവി ചെയ്തിരിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 2011 ഇറങ്ങിയ ആൾവേസ് എന്ന കൊറിയൻ ആക്ഷൻ റൊമാൻസ് ഡ്രാമ. ഒരു അന്ധയായ പെൺകുട്ടിയും ആരെയും അടിച്ചു തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു ബോക്സർ ചെക്കനും തമ്മിലുള്ള പ്രണയവും അവർക്കിടയിലെ ബുദ്ധിമുട്ടും അവർ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് സിനിമയിലെ ഒരു വൺ ലൈൻ. അവസാനം കണ്ണ് നിറയ്ക്കുന്ന ഒരു അടിപൊളി എൻഡിങ് കൂടി ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരെല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ സിനിമയെ മനസ്സുകൊണ്ട് കാണാം. ആദ്യം തന്നെ കാണിക്കുന്നത് വാട്ടർ ക്യാനുമായി ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ഇതാണ് നമ്മുടെ ഹീറോ ജാങ് ചിയോൾമെൻ. രാവിലെ മുതൽ രാത്രി വരെയും ജോലി ചെയ്ത് മഴയത്തോടെ ഓടി വരികയാണ് ഹീറോ. ഹീറോയുടെ പഴയ കാലം അത്ര നല്ലതല്ല. അധികം കൂട്ടുകാരും അവനില്ല. അതുകൊണ്ട് തന്നെ രാത്രി അവന് ഉറക്കമൊന്നുമില്ല. ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ ഹീറോ രാത്രി പാർക്കിംഗ് കൂട്ടിൽ സെക്യൂരിറ്റിയായി ജോലിക്ക് കയറും. അവിടേക്ക് ഓടി വരുമ്പോൾ തന്നെ അതുവരെ അവിടെ ജോലി ചെയ്യുന്ന ഒരു വൃദ്ധനെ കാണും. അയാൾ ഹീറോയോട് ഞാൻ ഇന്നുകൂടിയേ ജോലിക്കുള്ളൂ, നല്ലതുപോലെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇരിക്കെ ഹീറോ ജോലി ചെയ്യുന്നിടത്ത് ടി-വിയിൽ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ കാണും. ആ കോമ്പറ്റീഷനിൽ ജയിച്ച ആളെ നമ്മുടെ ഹീറോ പണ്ട് ഒരു കോമ്പറ്റീഷനിൽ തോൽപ്പിച്ചതാണ്. അയാളിപ്പോ വലിയ നിലയിലെത്തി തന്റെ അവസ്ഥ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് വിചാരിച്ച് ഹീറോ സങ്കടപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഒരു പെൺകുട്ടി കുറെ ചോക്ലേറ്റ്സും ഫ്രൂട്ട്സും ആയിട്ട് അങ്ങോട്ട് കയറി വരും. ഇതാണ് നമ്മുടെ സുന്ദരിയായ നായിക ഹജുങ് ഹാവ്. ഹീറോയിന് കൊണ്ടുവന്ന ഫുഡൊക്കെ ഹീറോയ്ക്ക് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ പെണ്ണ് എന്താ കാണിക്കുന്നതൊന്നും മനസ്സിലാകാതെ ഹീറോ ഇരിക്കുന്നു. ഹീറോ നിങ്ങൾ ആരാന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് അവൾ ഞെട്ടിപ്പോകും. നിങ്ങൾ ആരാ, ഇവിടെ ഉണ്ടായിരുന്ന അപ്പൂപ്പൻ എവിടെയെന്ന് അവൾ ഹീറോയോട് ചോദിക്കും. അപ്പോഴാണ് അവൾക്ക് കണ്ണ് കാണില്ല എന്ന് ഹീറോയ്ക്ക് മനസ്സിലാകുന്നത്. അപ്പൂപ്പൻ ഇവിടുത്തെ ജോലി നിർത്തി, ഇനി മുതൽ ഞാനാണ് ഇവിടുത്തെ ജോലി ചെയ്യുന്നതെന്ന് ഹീറോ പറയും. ആണോ, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് സോറി ഹീറോയോട് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകും. പുറത്താണേലും നല്ല മഴ പെയ്യുന്നുണ്ട്. ഈ മഴയിൽ നനഞ്ഞ് അവള് ബസ് കാത്ത് നിൽക്കുന്ന കണ്ട് ഹീറോയ്ക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട്. ഹീറോ വന്ന് അവളോട് നമുക്ക് TV പ്രോഗ്രാം കാണാമെന്ന് പറഞ്ഞ് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരും. ഞാൻ ഈ സമയത്ത് ഇവിടെ TV പ്രോഗ്രാം കാണാൻ വരുമെന്നും അപ്പൂപ്പനും ഞാനും വലിയ കൂട്ടാണെന്നും ഹീറോയിൻ പറയും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് TV കാണാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ ചോദിച്ചില്ലേ ഈ കാഴ്ചയില്ലാത്ത പെൺകുട്ടി എങ്ങനെയാ TV കണ്ടേന്നും? എനിക്കറിയാം നിങ്ങൾ ചിന്തിച്ചു എന്ന്. സംഭവം നമ്മുടെ ഹീറോയിൻ മനസ്സുകൊണ്ട് കാണുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്കിപ്പോ സിനിമയെ മനസ്സുകൊണ്ട് കാണാം എന്ന പോലെ നമ്മുടെ ഹീറോയ്ക്ക് അവളെ കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ക്രഷ് തോന്നി, എന്തോ ഒരു ഇഷ്ടം അവളോട് തോന്നുന്നുണ്ട്. അങ്ങനെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് ഹീറോയിൻ പോകാൻ നേരം അവൾ കൊണ്ടുവന്ന ഭക്ഷണം എല്ലാം ഹീറോയ്ക്ക് കൊടുത്ത് അപ്പൂപ്പൻ അവിടെ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്, അതിന് ആഴ്ചയിൽ വെള്ളം ഒഴിക്കണോ എന്നൊക്കെ ഹീറോയോട് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. ഹീറോ ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ഹീറോയിൻ കൊടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഹീറോ ഒരു ആമയെ വളർത്തുന്നുണ്ട്, അതിനും അതിൽ ഭക്ഷണം അവൻ കഴിക്കാൻ കൊടുക്കും. അടുത്ത സീനിൽ ഹീറോയിനെ കാണിക്കും. അവളൊരു കോൾ സെന്ററിൽ വർക്ക് ചെയ്യുകയാണ്. അവിടുത്തെ ഓണർ ആളിത്തിരി പിശകാണ്. നമ്മുടെ പെണ്ണിന്റെ മേലെ അയാൾക്കൊരു കണ്ണുണ്ട്. പലപ്പോഴും അയാൾ ഹീറോയിനോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യാറുണ്ട്. അവളുടെ ഈ ഒരു അവസ്ഥയിൽ ഈ ജോലി പോയി കഴിഞ്ഞാൽ വേറൊരു ജോലി അവൾക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കും. അങ്ങനെ അടുത്ത ദിവസവും ഹീറോയിൻ TV പ്രോഗ്രാം കാണാൻ വരും. അവൾ വന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ എന്തൊരു നാറ്റം ഉണ്ടല്ലോ, നമുക്ക് ഈ ജനലും വാതിലൊക്കെ തുറന്നിടാന്ന് അവൾ പറയും. അങ്ങനെ അതെല്ലാം തുറന്നിട്ട് അവർ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഹീറോ അവിടെ ഒക്കെ നോക്കുന്നുണ്ട്, ഇതെന്താണ് എവിടെ നിന്നാണ് ഈ നാറ്റം വരുന്നതെന്നും. അവസാനം അത് കണ്ടുപിടിക്കുമ്പോൾ ഹീറോയുടെ ഷൂസിൽ നിന്നാണ് ആ നാറ്റം വരുന്നത്. ഹീറോ അവൾ അറിയാത്ത പുറത്ത് പോയി ഷൂസ് വൃത്തിയാക്കി കാല് വൃത്തിയാക്കി തിരിച്ചു വരും. അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കണ്ട് അവൾ പോകാൻ നിൽക്കുമ്പോൾ ഹീറോ അവളോട് നീ ഇന്നലെ കൊണ്ടുവന്ന ഫുഡ് നല്ലതായിരുന്നു, ഇന്ന് ഞാൻ നിനക്കൊരു ഫുഡ് തരാമെന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന ഭക്ഷണം അവൾക്ക് കൊടുക്കും. ഹീറോയിൻ അതിന് നന്ദി പറഞ്ഞ് അവന് കൈ കൊടുക്കുമ്പോൾ എന്റെ പോലെ ഹീറോയ്ക്ക് എവിടെ നിന്നില്ലാത്ത വിറയിലും ടെൻഷനുമാണ്. നിങ്ങളുടെ കൈ നല്ല സ്ട്രോങ് ആണല്ലോ, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അവൾ ചോദിക്കുമ്പോൾ ഹീറോ ഒന്നും മിണ്ടില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവിടെ നിന്ന് പോയി റൂമിലെത്തിയ ശേഷം അവളുടെ തുണികൾ അലക്കാൻ വാഷിംഗ് മെഷീനിലിട്ട് നോക്കുമ്പോൾ വേസ്റ്റ് വെള്ളം പോകുന്ന വഴിയിൽ ഒരു തുണി ബ്ലോക്കായി വെള്ളം കെട്ടി നിൽക്കുന്നു. അതെന്താ സംഭവം അവൾ നോക്കാൻ പോകുമ്പോൾ കാലത്തിന് അവൾ അവിടെ വീഴും. അടുത്ത ദിവസം പ്രോഗ്രാം കാണാൻ ഹീറോ നമ്മളെ പെണ്ണിനെയും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഹീറോയിൻ വരുമ്പോൾ നാറ്റടിക്കാതിരിക്കാൻ ഷൂസ് എല്ലാം വൃത്തിയാക്കിയാണ് ഹീറോ ഇരിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഹീറോയിൻ അവിടെ വരുമ്പോൾ തന്നെ വീണ്ടും ഈ നാറ്റം ഉണ്ടല്ലോ, ഇതെന്താന്ന് അവൾ ചോദിക്കും. ഹീറോ അത് കേട്ടോറിന് എന്റെ പൊന്നെ ഇവക്ക് മൂക്കിലെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഷൂസ് കൊണ്ട് കഴുകാൻ പോകും. അങ്ങനെ അന്നത്തെ പ്രോഗ്രാമും കണ്ടു കഴിഞ്ഞ് ഹീറോയിൻ പോകുന്ന വഴിയിൽ ഒരു കാറ് പുറകിൽ വന്ന് ഭയങ്കര ഹോണടി. ഹീറോയിൻ ഈ ശബ്ദം കേട്ട് പെട്ടെന്ന് പേടിച്ച് അവിടെ വീഴും. ഈ വീഴുന്നത് അവിടെ അടുക്കി വെച്ചിരുന്ന കുപ്പികളുടെ പുറത്താണ്. ഈ കുപ്പികളെല്ലാം താഴെ വീണ് പൊട്ടും. ഹീറോ ഇത് കണ്ട് ഓടി വന്ന് നമ്മളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ പോയി കാലിൽ പ്ലാസ്റ്റർ ഇട്ട് ഹീറോയിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ ഹീറോയിൻ കൂടെ പോകുന്നുണ്ട്. കുറെ ദൂരം നടക്കുമ്പോൾ തന്നെ അവൾക്ക് കാലിന് വയ്യാത്തോണ്ട് അവൾക്ക് നടക്കാൻ കഴിയില്ല. അവൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമോ എന്ന് ചോദിക്കും. ഹീറോ ഇത് കേട്ട് നിനക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ നിന്നെ തോളിലേറ്റിക്കൊണ്ട് പോകാമെന്ന് പറയും. അവൾ അതിന് സമ്മതിക്കും. അങ്ങനെ ഹീറോയിനെയും തോളിലേറ്റി അവൻ നടന്ന് അവരുടെ വീടിനടുത്തുള്ള പടിക്കെട്ടിലെത്തും. അവിടെ ഒരു കൊച്ചു പയ്യൻ ഇരിക്കുന്നുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കും. ഉണ്ടെന്ന് അവൻ പറയും. ഈ കൊച്ചുചേർക്ക് അവിടെ നിന്നിട്ട് കയ്യിലുണ്ടായിരുന്ന കമ്പ് കൊണ്ട് ഹീറോയിനെ കുത്തലും അടി. ആ ചെറുക്കന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു വിധത്തിൽ പടി കയറി വീട്ടിലെത്തും. ഹീറോയിൻ
അങ്ങനെ തോളുന്ന് താഴെ ഇറക്കിയതിനു ശേഷം ഹീറോ ഭയങ്കര കിടപ്പാണ്. നീ ക്ഷീണിച്ചോന്ന് അവൾ അവനോട് ചോദിക്കുമ്പോ ഇല്ല ഇല്ല, വിരോധം ഇല്ലെങ്കിൽ ഒരു സഹായം കൂടി ചെയ്യുമോ എന്ന് ചോദിച്ച് ഇന്നലെ വാഷിംഗ് മെഷീനിൽ തുണി കുടുങ്ങിയ കാര്യം അവൾ പറയും. ഹീറോ അതിന് സമ്മതിച്ച് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം മാറ്റി അവിടെ എല്ലാം അടിപൊളിയായി വൃത്തിയാക്കും. അവൾക്കും അത് കണ്ട് സന്തോഷമാവുന്നുണ്ട്. അതിന് പകരമായി ഇവിടെ ഒരു അടുത്ത് മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ട്, നീയും നിന്റെ കൂട്ടുകാരും അത് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് അവൾ 2 ടിക്കറ്റ് കൊടുക്കും. അതിന് ഹീറോ എനിക്ക് ഇവിടെ അങ്ങനെ കൂട്ടുകാരൊന്നുമില്ല, പിന്നെ മ്യൂസിക്കും വലിയ താല്പര്യമില്ല എന്ന് പറയും. എന്നാ പിന്നെ നമുക്ക് പോയാലോ നമ്മൾ ചോദിക്കുമ്പോൾ ഹീറോ അതിനെ സമ്മതിക്കും. അങ്ങനെ പിറ്റേ ദിവസം പതിവ് പോലെയല്ല, ഇത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ട് മുടിയെല്ലാം സെറ്റാക്കി പെർഫ്യൂം ഒക്കെ അടിച്ച് സുന്ദരിയായി നമ്മുടെ ഹീറോയിൻ വരും. പക്ഷെ എനിക്ക് ആ പഴയ ലുക്കാണ് ഇഷ്ടപ്പെട്ടെ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യട്ടോ. ഹീറോ അവളുടെ ഈ സൗന്ദര്യം കൊണ്ട് അന്തം വിട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയം, രാത്രി നീ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, രാവിലെ എന്താണ് ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കും. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ലെന്ന് ഹീറോ ദേഷ്യത്തോടെ പറയും. ഇത് കേട്ട് ഹീറോയിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അവൾ അവനോട് ഒരുപാട് സോറി പറയും. അത് കാണുമ്പോൾ ഹീറോക്ക് സങ്കടം തോന്നി, താൻ പണ്ടൊരു ബോക്സർ ആണെന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ പഴയകാല ജീവിതം ഉണ്ടെന്നും അവൻ പറയും. ഇതെല്ലാം പറഞ്ഞ് ഹീറോ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അടുത്ത ദിവസം ഹീറോയിന് ജോലിക്ക് എത്തുമ്പോൾ തന്നെ അവളുടെ ഓണർ അവളെ ഓഫീസിലേക്ക് വിളിക്കും. കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ നിന്റെ ബർത്ത്ഡേ, ഇതാ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഗിഫ്റ്റ് കൊടുത്ത് അവളെ ഡിന്നറിന് ക്ഷണിക്കും അയാൾ. നമ്മുടെ പെണ്ണ് അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തടി തപ്പി പുറത്തു വരും. അന്ന് രാത്രി പ്രോഗ്രാം കാണാൻ അവളെയും വെയിറ്റ് ചെയ്താണ് നമ്മുടെ ഹീറോ ഇരിക്കുന്നത്. പക്ഷെ അന്ന് രാത്രി ഹീറോയിൻ അവിടേക്ക് വരില്ല. എന്നാൽ ആ സമയത്ത് അവൻ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തിരുന്ന സ്ഥലത്തെ മാനേജറും കോച്ചും കൂടി അവനെ കാണാൻ വരും. നീ ഇനിയും റിംഗിൽ ഇറങ്ങണം, നിനക്കതിന് കഴിവെന്ന് പറഞ്ഞ് അവനെ കുറെ മോട്ടിവേറ്റ്. ഹീറോ ഇതെല്ലാം കേട്ടൊന്നും മിണ്ടാതിരിക്കുന്ന സമയം അവർ അവിടെ നിന്നിട്ട് പോകാൻ നോക്കും. അപ്പൊ ഹീറോ അവരോട് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ ഹീറോയുടെ ഒരു പഴയ ഫ്ലാഷ് ബാക്ക് കാണിക്കും. 5 വർഷം മുമ്പ് ഹീറോ തല്ലുവാടിയും വഴക്കും പ്രശ്നങ്ങളുമായി നടക്കുന്ന സമയം ഒരു ദിവസം ഒരാളെ റൂമിൽ കൊണ്ടുവന്ന് അയാളെ തല്ലി ചതച്ച് പണം ചോദിക്കും. അതിനയാൾ എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയി, എന്റെ മകളെ ഞാൻ അനാഥാലയത്തിലാണ് ആക്കിയിരിക്കുന്നത്. ഇതും പറഞ്ഞ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്ത് ഹീറോയുടെ നേരെ അയാൾ വലിച്ചെറിയും. ഇത് കണ്ട് ഹീറോ അയാളെ വീണ്ടും തല്ലാൻ തുടങ്ങുമ്പോൾ വാതിൽ ആരോ വന്ന് മുട്ടുന്നു. സംഭവം അടുത്ത വീട്ടിലെ ആൾക്കാർ ഇവിടുത്തെ ശബ്ദം കേട്ട് പോലീസിനെ അറിയിച്ചു. അങ്ങനെ പോലീസുകാരാണ് ഇപ്പോൾ ഹീറോയുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഈ സമയം ഹീറോയുടെ അടി കൊണ്ട് ആള് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി അവിടുത്തെ ജനൽ വഴി താഴേക്ക് എടുത്ത് ചാടും. അയാൾ റോഡിൽ വന്ന് വീഴുന്ന സമയം ഈ വണ്ടികളെല്ലാം തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു വലിയ ആക്സിഡന്റ് അവിടെ ഉണ്ടാകുന്നു. പക്ഷെ ഇയാൾ ഭയങ്കര പരിക്കോടെ രക്ഷപ്പെടും. എങ്കിലും ഹീറോനെ പോലീസ് അറസ്റ്റ് ചെയ്യും. അങ്ങനെ 4 വർഷം ജയിലിലായിരുന്ന ഹീറോ ഇപ്പൊ പുറത്തു വന്ന ഒരു സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഹീറോ കാരണം വന്ന ആത്മഹത്യക്ക് ശ്രമിച്ച ആൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. അയാളെ കാണാൻ ഹീറോ വന്ന് അയാൾക്ക് വേണ്ടുന്നതെല്ലാം ഹീറോ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഹീറോയും അവിടെ ഉണ്ടായിരുന്ന നേഴ്സും തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ആ നേഴ്സ് അവനൊരു ഹെയർ ബാൻഡ് കൊടുക്കും. അത് അവൻ ഹീറോന് കൊടുക്കാന്ന് വിചാരിച്ച് വാങ്ങി വെക്കും. അടുത്ത സീനിൽ ഹീറോനെ കാണിക്കും. അവള് വീട്ടിൽ വരുമ്പോൾ ഓഫീസിലെ ഓണർ അവിടെ ഇരിപ്പുണ്ട്. ഇതാണോ നിന്റെ വീട്, കൊള്ളാലോ, നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ അയാൾ അകത്തേക്ക് കയറി പോകും. ഇവിടെ ചായ ഒന്നുമില്ല. അയാളോട് ഇപ്പൊ ഇവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ ഞാൻ ചായ കുടിക്കാൻ വന്നതല്ല, നിന്നെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഈ സമയം നമ്മുടെ ഹീറോ അവിടേക്ക് വരും. ഹീറോ ഇത് കണ്ട് ടെൻഷനായി അയാളെ ഇടിച്ച് പരുവാക്കി രക്തം തുപ്പിക്കും. ഹീറോ ആരാ മുതലെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. ഇനി മേലിൽ അവളുടെ ദേഹത്ത് നീ തൊട്ടാ നിന്നെ കൊല്ലുമെന്ന് ഹീറോ പറയും. ഓണർ അടിയും വാങ്ങി രക്തവും തുപ്പി പേടിച്ച് വരച്ച് അവിടെ നിന്ന് ഓടും. അത് കഴിഞ്ഞ് ഹീറോ അവളോട് നിനക്കൊന്നും പറ്റില്ലല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല, ആ ജോലി എനിക്ക് ഇനി നഷ്ടമാകും അവൾ പറയും. ഇത്രയും കഷ്ടപ്പെട്ട് നീ ജോലിക്ക് പോകണ്ട, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാന്ന് അവൻ പറയും. ഹീറോയിൻ ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കും. മൗനം സമ്മതമാണെന്നാണല്ലോ. അതിനുശേഷം ഹീറോയിൻ എവിടെ പോയാലും ഹീറോയിൻ കൂട്ടിന് പോകും. അത് കഴിഞ്ഞ ഒരു ദിവസം ഹീറോയിൻ ജോലി ചെയ്യുന്നിടത്ത് ഹീറോയിൻ വരും. നീ എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കും. അതിനെന്താ കൊണ്ടുപോകാമല്ലോ. അങ്ങനെ പുറത്തു വന്ന് കറങ്ങി അവൾക്ക് കൂട്ടിനെ ഒരു നായ്ക്കുട്ടി അവൻ മേടിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒരു നദിയുടെ അടുത്തേക്ക് അവളെ അവൻ കൊണ്ടുവരും. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്, ഞാൻ താമസിച്ചിരുന്ന ഓർഫനേജ് ഇവിടെ ആയിരുന്നു, ഒരു വെള്ളപ്പൊക്കം വന്നപ്പോൾ അതെല്ലാം പോയെന്ന് അവൻ പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവൾ താഴെ ഒരു കല്ലെടുത്ത് അവന്റെ നേരെ കാണിക്കും. എന്നിട്ട് ഹീറോയോട് ഒരു കല്ലെടുക്കാൻ പറയും. എന്നിട്ട് അവൾ പറയും, നീ ഇല്ലാത്ത സമയത്ത് ഈ കല്ല് എനിക്കുള്ളത് കൊണ്ട് തന്നെ നീ എന്റെ കൂടെ ഉള്ളതുപോലെ തോന്നും, അതുപോലെ തന്നെ നിനക്കും അങ്ങനെ ആയിരിക്കണമെന്ന് അവൾ പറയും. ഇതും പറഞ്ഞ് അവൾ അവന്റെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ സ്നേഹം അവിടെ പൊട്ടി മുളയ്ക്കുന്നു. ഹീറോ ഇതുവരെ ഒറ്റയ്ക്കായിരുന്നു, ഇപ്പോൾ ഹീറോയിനും കൂടി അവന്റെ കൂടെ ഉണ്ട്. ഇനി എന്തായാലും അവളുടെ കാര്യം കൂടി നോക്കണം, അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടുന്ന ശമ്പളം തികയില്ല. അങ്ങനെ അവൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ജിമ്മിൽ വീണ്ടും ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് ഒരുപാട് മാച്ചുകളിൽ അവൻ പങ്കെടുക്കും. ഈ പങ്കെടുക്കുന്ന മത്സരത്തിലെല്ലാം അവൻ വിജയിക്കുകയും ചെയ്യും. ജിമ്മിൽ പ്രാക്ടീസ് ചെയ്ത് മറ്റു സമയം അവൻ സാധാരണ ജോലിയെല്ലാം ചെയ്ത് അവൻ കിട്ടുന്ന പണമെല്ലാം ചേർത്ത് വെക്കും. അതിനുശേഷം വെളിച്ചം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഹീറോയിന്റെ വീടെല്ലാം പെയിന്റ് അടിച്ച് അടിപൊളിയാക്കി സെറ്റാക്കും. അത് കഴിഞ്ഞ് അവൾ എപ്പോഴും തട്ടി വീഴാറുള്ള വാതിലെ തടി കഷ്ണം അവ ഇളക്കി മാറ്റും. ഇതൊക്കെയും കണ്ട് നമ്മുടെ പെണ്ണ് ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവൻ ഹീറോയിനെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചം വന്നതും മറ്റു മാറ്റങ്ങളും എല്ലാം അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഹീറോയിൻ ഒരു കാര്യം പറയും, എനിക്ക് കാഴ്ച വേണം, എനിക്ക് നിന്നെ കാണണം, എന്തിനാണ് നീ ഇതെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നെല്ലാം അവൾ ചോദിക്കും. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണെന്ന് ഹീറോ പറയും. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷമായി ജീവിക്കുന്നു. ഹീറോ പങ്കെടുക്കുന്ന കോമ്പറ്റീഷൻ എല്ലാം ജയിച്ച് വീണ്ടും പഴയതുപോലെ ഒരു അടിപൊളി ബോക്സറായി വരുന്നു. എന്നും തളർന്നു വരുന്ന ഹീറോയ്ക്ക് ഹീറോയിൻ മസാജ് ചെയ്ത് കൊടുക്കും. അത് ഹീറോയ്ക്ക് ഭയങ്കര ഒരു ആശ്വാസമാവും. രണ്ടുപേരും പ്രേത സിനിമ കണ്ടാണ് ഇരിപ്പ്. ഇത് കണ്ടിട്ട് ഹീറോ ഭയങ്കരമായിട്ട് പേടിക്കും. നമ്മുടെ പെണ്ണിന് പിന്നെ അത് ചിന്തിച്ചിങ്ങനെ ആസ്വദിക്കാനല്ലേ കഴിയുള്ളൂ. പക്ഷെ ഹീറോ പേടിക്കണാണ്ട് നമ്മുടെ പെണ്ണും പേടിക്കും. അങ്ങനെ സന്തോഷകരമായി അവരുടെ ലൈഫ് പൊക്കോണ്ടിരിക്കുന്നു. അടുത്ത ദിവസം ഹീറോ ഒരു മാച്ചിൽ പങ്കെടുക്കും. അതിൽ ജയിക്കുമെങ്കിലും അവന് ഭയങ്കരമായി പരുക്ക് പറ്റും. ഈ പരുക്കെല്ലാം വെച്ച് ഹീറോ വീട്ടിലെത്തുമ്പോൾ ഹീറോയിൻ അവന്റെ മുഖത്തെല്ലാം തൊട്ട് നിനക്കെന്ത് ഇത്ര പരുക്ക് പറ്റിയെന്ന് അവൾ ചോദിക്കും.
ഹീറോ അവളോടൊന്നും മിണ്ടില്ല. കാരണം ഇപ്പൊ അവൻ ബോക്സിങ്ങിന് പോകുന്നു എന്നുള്ള കാര്യം അവൻ പറഞ്ഞിട്ടില്ല. ശരി, അത് സാരമില്ല, നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞ് ഹീറോയെ ഒരു സ്ഥലത്ത് കൊണ്ടുവരും. അത് ഹീറോയിന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അടക്കിയ സ്ഥലത്താണ്. ഹീറോയിൻ അച്ഛനോടും അമ്മയോടും ഇതാണ് ജാൻ, വളരെ നല്ല മനുഷ്യനാണ്, ഇവൻ എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും എനിക്ക് ഇവൻ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അപ്പോഴാണ് അവൾ അവനോട് അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടത് അങ്ങനെയാണ് പറയുന്നത്. സംഭവം 5 വർഷങ്ങൾക്ക് മുമ്പ് ഹീറോ കാരണം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച ആളില്ലേ, അയാള് മുകളിൽ നിന്ന് നേരെ വന്ന് വീണത് ഹീറോയിന്റെ വണ്ടിയുടെ മുകളിലാണ്. ഹീറോയിന്റെ വണ്ടി ശ്രദ്ധ തെറ്റുമ്പോൾ അവിടെ വലിയൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അങ്ങനെ ആ ആക്സിഡന്റിലാണ് അവളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ ആകെ ഷോക്കായി പോകും. ഇതിനെല്ലാം കാരണം അവനും കൂടി ആണല്ലോ എന്നോർത്ത് അവന് ഭയങ്കരമായി കുറ്റബോധം തോന്നും. ഇതെല്ലാം ഹീറോ കാരണമാണ് സംഭവിച്ചതെന്ന് ഹീറോയിനോട് പറയില്ല. ഹീറോയിൻ എങ്ങനെയെങ്കിലും കാഴ്ച തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് ഹീറോ അടുത്ത ദിവസം ഡോക്ടറെ കാണാൻ പോകും. ഡോക്ടർ ഹീറോയോട് ഈ മാസം തന്നെ സർജറി ചെയ്തില്ലെങ്കിൽ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടും, സർജറിക്ക് $30,000 ചെലവ് വരുമെന്ന് ഹീറോയോട് പറയും. ഇത് കേട്ട് ഹീറോ ആകെ സങ്കടത്തിലാവും. കാരണം അവനറിയാം ഒരു ആയുസ് മുഴുവൻ പണിയെടുത്താൽ അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. എന്നാലും ഹീറോയിൻ എങ്ങനെയെങ്കിലും കാഴ്ച തിരിച്ചു കൊടുക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കും. അങ്ങനെ ഹീറോ ജോലി ചെയ്തിരുന്ന ജിമ്മിലെ ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന ഒരു ബോക്സറെ കാണാൻ വരും. ഹീറോ അയാളോട് ഈ സർജറിക്കുള്ള പൈസ കടം ചോദിക്കും. ഇവിടെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഹീറോ പണ്ട് കോമ്പറ്റീഷനിൽ തോൽപ്പിച്ച ആളാണ് ഇയാള്. അതുകൊണ്ട് തന്നെ അതിന്റെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഇപ്പോഴും അയാളുടെ മനസ്സിലുണ്ട്. സോ പൈസയും തരാൻ പറ്റില്ല, നീ ഇവിടെ ഇപ്പൊ തന്നെ പോണോന്ന് അയാൾ പറയും. ഹീറോ അങ്ങനെ വിഷമിച്ച് പോകാൻ നിൽക്കുന്ന സമയം അയാൾ പുറകെ നിന്ന് വിളിച്ച് നിൽക്കാൻ പറയും. ഞാൻ നിനക്ക് പൈസ തരാം, പക്ഷെ നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് അയാൾ പറയും. അതെന്താ കാര്യം നമുക്ക് പറയില്ല, പക്ഷെ ഹീറോ സമ്മതിക്കും. ഹീറോ സമ്മതിച്ചു കഴിഞ്ഞാൽ അയാൾ ഹീറോ ചോദിച്ച പൈസ അത്രയും കൊടുക്കും. ഹീറോയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഹീറോയിനെ കൊണ്ട് പാർക്കിലും മറ്റെല്ലാം കറങ്ങി അവൻ അവളോട് പറയും, നിനക്ക് ഉടനെ തന്നെ കാഴ്ച ലഭിക്കും, നീ സർജറിക്ക് റെഡി ആകണമെന്ന് ഹീറോ പറയും. എന്നാൽ ഇത് കേട്ടിട്ട് ഹീറോയിന് അങ്ങനെ വലിയ സന്തോഷം തോന്നില്ല. അതെന്താന്ന് വെച്ചാൽ ഹീറോയിന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന് കാരണം അവളാണെന്നാണ് അവൾ ഇപ്പോഴും വിചാരിക്കുന്നത്. സോ ആ കുറ്റബോധം അവളുടെ മനസ്സിലുള്ളതുകൊണ്ട് അവൾക്ക് ഈ കാഴ്ച വേണ്ടെന്ന് പറയും. ഹീറോയ്ക്ക് ദേഷ്യം, നിനക്കെന്താ വട്ടായോ, നിനക്ക് എന്നെ കാണണ്ടേ, ലോകം കാണണ്ടേ, മര്യാദയ്ക്ക് വേഗം സർജറിക്ക് റെഡി ആകാൻ പറയും. ഈ ടോപ്പിൽ നിൽക്കുന്ന ബോക്സർ പൈസ കൊടുത്തപ്പോൾ ഹീറോയിനോട് കാര്യം ചെയ്യാൻ പറഞ്ഞില്ല. അതെന്താന്ന് വെച്ചാൽ അതൊരു റൂൾസ്ലെസ് മാച്ചാണ്, അതിന് യാതൊരു റൂൾസും ഇല്ല. ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് പൈസക്ക് ബെറ്റ് വെക്കും. മത്സരത്തിൽ ഒരാൾ ബോധം കെട്ട് വീഴുന്നതോ അല്ലെങ്കിൽ മരിക്കുന്നതോ വരെ മത്സരം തുടർന്നുകൊണ്ടേയിരിക്കും. എങ്ങനെ വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം, ഒരു റൂൾസും ഇല്ല. അതിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മളെ ഒറിജിനൽ ഐഡന്റിറ്റി നശിപ്പിച്ച് വ്യാജരേഖകൾ ഉണ്ടാക്കി മാത്രമേ അതിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റൂൾസ്ലെസ് മാച്ച് ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ഹീറോ അതെല്ലാം റെഡിയാക്കി മാച്ചിന് പോകാൻ തയ്യാറാകും. ഹീറോ പോകാൻ നേരം ആ നായ്ക്കുട്ടിയെ വിളിച്ച് ഞാൻ വരുന്നത് വരെ ഹീറോയിനെ നോക്കിക്കൊള്ളണമെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഹീറോയിനെ കാണാൻ അവൻ ഹോസ്പിറ്റലിൽ വരും. ഹീറോയിന് നാളെയാണ് സർജറി, സോ ഇപ്പൊ തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവൾ ഭയങ്കര സന്തോഷത്തിലാണ്, നാളെ അവൾ ലോകം കാണാൻ പോകുന്നു എന്നൊക്കെ അവൾ സന്തോഷത്തോടെ പറയും. അവൾ ഹീറോയോട് തമാശയോടെ പറയും, ഇനി നീ കാണാൻ ഭംഗിയില്ലാത്തവനാണോ? അതിന് ഹീറോയും ആ അതെ അതെ എന്ന് പറയും. അടുത്ത ദിവസമായി ഹീറോയിൻ അങ്ങനെ സർജറിക്കുള്ള സമയമായി. അവൾ അവനോട് നീ എങ്ങോട്ടും പോയേക്കരുത്, എനിക്ക് കാഴ്ച കിട്ടി ആദ്യം നിന്നെ തന്നെ കാണണമെന്ന് പറയും. അങ്ങനെ ഹീറോയിനെ സർജറിക്ക് കൊണ്ടുപോയ ശേഷം ഹീറോ ആ ഇല്ലീഗൽ മാച്ച് കോമ്പറ്റീഷനിൽ വേണ്ടി കള്ളപ്പേരിൽ കള്ള ഐഡന്റിറ്റി പങ്കെടുക്കാൻ വരും. ഒരുപാട് ദൂരെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ കോമ്പറ്റീഷൻ നടക്കുന്നത്. ഹീറോയുടെ ഒപ്പോണന്റ് ഒരു കിടിലൻ ബോക്സറാണ്, കണ്ടാൽ തന്നെ പേടിക്കും. അങ്ങനെ മാച്ച് സ്റ്റാർട്ടായി രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാടി. പലതരം സബ്മിഷൻ മൂവ്സും ഭയങ്കര ഫൈറ്റും ആണ് രണ്ടുപേർക്കിടയിൽ. അവസാനം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ആ ബോക്സർ അടിച്ച് ഹീറോ ബോധം കെടുത്തും. ആ ബോക്സർ ഇപ്പൊ ബോധം കെട്ടുകൊണ്ട് തന്നെ ഹീറോ ഈ മാച്ചിൽ വിജയിക്കും. ശരീരവും മുഖവും എല്ലാം മുറിവുകളായി ആകെ തളർന്നു കിടക്കുകയാണ് ഹീറോ. ഇവിടെ അതേസമയം സർജറി കഴിഞ്ഞ് ഹീറോയിന് കാഴ്ച ലഭിച്ചു. ഹീറോ അവിടുത്തെ കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിയിൽ ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന ഹീറോ പൈസ വാങ്ങിച്ച ബോക്സർ. ഈ മാച്ചിൽ ഹീറോ മരിക്കാത്തതുകൊണ്ട് തന്നെ അയാൾ കുറെ ആളുകൾ വിട്ട് ഹീറോനെ കൊല്ലാൻ നോക്കും. സത്യത്തിൽ ഹീറോനെ കൊല്ലാൻ വേണ്ടിയായിരുന്നു ഈ മാച്ചിൽ ഇങ്ങനെ അവൻ പങ്കെടുപ്പിച്ചത്. പക്ഷെ അവന്റെ കണക്കൂട്ടലുകൾ എല്ലാം തെറ്റിച്ച് ഹീറോ അവിടെ ജയിച്ചു. ഈ ബോക്സർ വിട്ട ആളുകളെല്ലാം ഹീറോനെ അടിച്ചു പരുവാക്കി അവനെ കുത്തി കൊല്ലാൻ നോക്കും. ഈ സമയം അവിടുത്തെ ആളുകളെല്ലാം ഓടി കൂടുമ്പോൾ തന്നെ ഉമാർ ഇവിടെ രക്ഷപ്പെടും. ഈ ആളുകളെല്ലാരും കൂടി ഹീറോനെ നേരെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കും. ഈ സമയം ഹീറോനെ അവളെ വിട്ട് ഒരിടത്തും പോകരുതെന്ന് പറഞ്ഞാൽ ഹീറോനെ ഇപ്പൊ കാണുന്നില്ല. അവൻ ആകെ വിഷമിച്ചിരിക്കുവാണ്. ഹീറോ എവിടെ പോയെന്ന് അറിയാതെ തന്നെ അവൾ ഇപ്പോൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് വിട്ട് വേറെ സ്ഥലത്തേക്ക് അവൾ താമസം മാറ്റും. ആ സമയത്താണ് അവൾക്കൊരു പാഴ്സൽ വരുന്നത്. അതെന്താന്ന് വെച്ചാൽ ഹീറോ വളർത്തിയിരുന്ന ആമക്കുട്ടിയും പിന്നെ ആ നേഴ്സ് കൊടുത്ത ഹെയർ ബാൻഡും ആണ്. ആ പാഴ്സൽ വന്ന അഡ്രസ്സ് കണ്ടുപിടിച്ച് ഹീറോ നേരെ അങ്ങോട്ടേക്ക് പോകും. അത് പണ്ട് ഹീറോ പൊക്കോണ്ടിരുന്ന ഹോസ്പിറ്റലാണ്. ഹീറോയിൻ അവിടെ എത്തുമ്പോൾ അന്ന് തീ കൊളുത്തി മരിക്കാൻ നോക്കിയ ആളെയും ആ നേഴ്സിനെയും കാണും. പണ്ട് നടന്നതെല്ലാം അയാൾ ഹീറോയിനോട് പറയും. നിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഒരു തരത്തിൽ അവനും കാരണക്കാരനാണെന്ന് അയാൾ പറയും. ഇതെല്ലാം കേട്ട് ഹീറോയിന് ഭയങ്കര സങ്കടം തോന്നും. അവൾ അവിടെ നിന്ന് നേരെ ഹീറോയ്ക്ക് പ്രിയപ്പെട്ട നദിക്കരയിലേക്ക് പോകും. അവിടെ അന്ന് ഇവർ പരസ്പരം കൈമാറിയ കല്ലും കയ്യിൽ പിടിച്ച് ദൂരേക്ക് നോക്കിയിരിക്കുവാണ് ഹീറോയിൻ. ഹീറോയിൻ അവൾ കണ്ടിട്ടില്ല, പക്ഷെ അവൾ അവനെ തൊട്ടതിന്റെ ഒരു അടിസ്ഥാനം വെച്ച് കളിമണ്ണിൽ അതേ രൂപത്തിൽ ഒരു പ്രതിമ ഉണ്ടാക്കിയെടുക്കും. ഹീറോയിൻ ഒരു പോർട്ടർ ആയതുകൊണ്ട് തന്നെ അവൾ ഒരു കട തുടങ്ങും. ആ കടയിൽ മറ്റൊരുപാട് സാധനങ്ങൾ അവൾ വിൽക്കാനായി വെക്കുന്നുണ്ട്. കൂടാതെ നന്നായി മസാജ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അവൾ രോഗികൾക്ക് മസാജ് ചെയ്യാനും പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തൊട്ടടുത്ത ബെഡിൽ ഒരാൾ കിടക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോ ആണ്. അയാൾക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞ് ഹീറോയിന് നേരെ ഹീറോയുടെ അടുത്തേക്ക് മസാജ് ചെയ്യാൻ വരും. അവൾക്കറിയില്ല അവൾ സ്നേഹിച്ചിരുന്ന അവളുടെ പ്രിയപ്പെട്ട കാമുകൻ ഇതാണെന്ന്. അവൾ അവനോട് മസാജ് ചെയ്യാൻ തിരിഞ്ഞു കിടക്കാൻ പറയും. ഹീറോയ്ക്ക് അവളെ കണ്ട് മനസ്സിലായെങ്കിലും സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അവനൊന്നും മിണ്ടാതെ തിരിഞ്ഞു കിടക്കും. അന്നത്തെ അവളുടെ ജോലി കഴിഞ്ഞ് അവൾ മടങ്ങുന്നു. അങ്ങനെ ഒരുപാട് നാൾ പൊക്കോണ്ടിരിക്കുന്നു. ഹീറോയുടെ ആരോഗ്യവും അങ്ങനെ മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഹീറോയിൻ അവളുടെ കടയിൽ ഒരാളെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട്. അയാളോട് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, ബാക്കി
ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അവൾ പോകും. കൂടെ അവളുടെ നായ്ക്കുട്ടിയും പോകും. ഇതേ സമയം ഹീറോ അവളുടെ കടയിൽ വന്ന് അവൻ കൊടുത്തിരുന്ന ആമയെടുത്ത് അവിടെ നിന്ന് ഒരു ചെടി വാങ്ങി മടങ്ങിപ്പോകും. ഹീറോ അങ്ങനെ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ ഹീറോ കൊടുത്ത നായക്കുട്ടി അവന്റെ ദേഹത്ത് വന്ന് ചാടിക്കേറും. അപ്പോഴും ഹീറോയിന് അറിയില്ലല്ലോ ഇതാണ് തന്റെ കാമുകനെന്ന്. ഹീറോയിൻ അവനോട് വന്ന് ആ പട്ടി എങ്ങനെ കാണിച്ചതിന് ക്ഷമ ചോദിക്കും. ഹീറോ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കും. പക്ഷെ ആ നായക്കുട്ടി ഹീറോനെ നോക്കി കുറച്ചുകൊണ്ടേയിരിക്കും. ഹീറോയിൻ എന്തോ ഒരു സംശയം തോന്നി അവൾ കടയിൽ വന്ന് അയാളോട് ഞാൻ പുറത്തു പോയ സമയത്ത് ആരെങ്കിലും ഇവിടെ വന്നോന്ന് ചോദിക്കും. ഒരാൾ ക്ഷീണിച്ച് മുഖത്താകെ മുറിവായി ഇവിടെ വന്നിരുന്നു, ആമക്കുട്ടീനെ എടുത്ത് ഒരു ചെടി വാങ്ങി ഇവിടുന്ന് പോയെന്ന് അയാൾ പറയും. ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹീറോ ആണ് വന്നിട്ട് പോയതെന്ന്. ഹീറോയിൻ അവനെ കാണാൻ കരഞ്ഞുകൊണ്ട് പുറകെ ഓടും. പക്ഷെ അവനെ കാണില്ല. അവസാനം അവൾ ആ റോഡിലിരുന്ന് എന്നെ പൊട്ടിക്കരയുന്നു. ഇതേ സമയം ഹീറോ വന്ന് നദിക്കരയിൽ വന്ന് ആമേനെ വെള്ളത്തിലേക്ക് ഇറക്കി വിടും. എന്നിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ പുറകെ നിന്നൊരു ശബ്ദം, എനിക്കറിയാമായിരുന്നു നീ ഇവിടെ കാണുമെന്ന്, നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ സർജറിക്ക് തന്നെ സമ്മതിച്ചെന്ന് ഹീറോയിൻ പറയും. നീ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന അവള് പറയും. ഹീറോ തിരിയുമെങ്കിലും അവളെ നോക്കില്ല, താഴേക്ക് നോക്കി നിൽക്കും. ഹീറോയിൻ അവന്റെ അടുത്തേക്ക് വന്ന് മുഖത്ത് കൈവച്ച് നീ ഒന്ന് എന്റെ കണ്ണി നോക്കുന്നു പറയും. ഹീറോ ഒരുപാട് കരഞ്ഞുകൊണ്ട് അവളുടെ കണ്ണിൽ നോക്കും. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് അവളെ ഇറുക്കി കെട്ടിപ്പിടിക്കും. ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് ഹീറോയും അവളെ കെട്ടിപ്പിടിക്കും. രണ്ടുപേരും അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നിൽക്കുമ്പോൾ ഈ സിനിമ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ സിനിമ എങ്ങനെയുണ്ട്? ഒരു അടിപൊളി സിനിമ അല്ലായിരുന്നോ? ഞാൻ പറഞ്ഞതുപോലെ ഒരു അടിപൊളി എൻഡിങ് അല്ലായിരുന്നു അവസാനം? നിങ്ങൾക്ക് ഈ സിനിമ എങ്ങനെയാണ് തോന്നിയത്, എന്തൊക്കെയാണ് ഫീൽ ചെയ്തെന്നുള്ളത് കമന്റ് എഴുതി അറിയിക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി സുൽത്താൻ ക്രിയേഷൻസിൽ നമുക്ക് വീണ്ടും കാണാം.